സജ്ജനങ്ങളെ, ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ അറിവുകളുമായി നിങ്ങളിലേക്ക് എത്തുന്ന ഈ ചെറിയ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുമല്ലോ. സൂര്യഭഗവാനെ ഉപാസിക്കേണ്ട ദിവസമാണ് ഞായർ. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും സൂര്യനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ആഗ്രഹ സാഫല്യമാണ് സൂര്യഭഗവാൻ നൽകുന്ന അനുഗ്രഹം. ചുവന്ന പൂക്കളാണ് അർപ്പിക്കേണ്ടത്. അഷ്ടവരദായകനാണ് സൂര്യഭഗവാൻ എന്ന വിശ്വാസവുമുണ്ട്. ഹിന്ദുമതത്തിൽ പ്രപഞ്ചത്തിൻ്റെ അധിപതിയായി സൂര്യദേവനെ കണക്കാക്കുന്നു. കശ്യപ മഹർഷിയുടെയും അതിഥിയുടെയും പുത്രനായി കണക്കാക്കുന്നു. സൂര്യൻ്റെ വാഹനം അശ്വങ്ങൾ വഹിക്കുന്ന തേരാണ്. ശാസ്ത്രപ്രകാരം എല്ലാ ദിവസവും അതിരാവിലെ സൂര്യന് ജലം നേദിക്കുന്നത് ആ ദിവസം ശുഭകരമായി തുടങ്ങുവാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. ഇങ്ങനെ ചെയ്യുന്നത് സൂര്യഭഗവാനെ പ്രീണിപ്പിക്കുവാൻ മാത്രമല്ല, നിങ്ങളുടെ മനഃശാന്തി വർദ്ധിപ്പിക്കുവാൻ കൂടി വേണ്ടിയാണ്. പ്രഭാതത്തിൽ ഭഗവാനെ സൂര്യോദയ ശ്ലോകം ചൊല്ലി പ്രാർത്ഥിച്ചാൽ ജീവിതം മംഗളമാകുമെന്നാണ് വിശ്വാസം. ബ്രഹ്മസ്വരൂപമുദയെ മധ്യാഹ്നഹേതു മോഹേശ്വരം സായങ്കാലി സദാവിഷ്ണു ത്രിമൂർത്തിച്ച ദിവാകര എന്നാണ് ആ മന്ത്രം. രണ്ടാമത്തേത് സൂര്യസ്തോത്രമാണ്. ഈ മന്ത്രജപത്തിലൂടെ ത്വക്ക് രോഗം, നേത്രരോഗം, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്ക് ശമനമുണ്ടാകുമെന്നാണ് വിശ്വാസം. ജപകുസുമ സങ്കാശം കാശ്യപേയം മഹാദ്യുതും തമോരിം സർവപാപജ്ഞം പ്രണതോസ്മിൻ ദിവാകരം. മൂന്നാമത്തേതായി ആദിത്യ ഹൃദയമന്ത്രം. അധ്യാത്മരാമായണം യുദ്ധകാണ്ഡത്തിലൊരു ഭാഗമാണ് ആദിത്യ ഹൃദയം. ശത്രുക്ഷയം വരുത്തുന്നതിനായി അഗസ്ത്യമുനി ശ്രീരാമദേവന് ഉപദേശിച്ച മന്ത്രമാണിത്. ആപത്തിലും ഭയത്തിലും സൂര്യകീർത്തനം ചൊല്ലുന്നവർക്ക് രക്ഷ ലഭിക്കുമെന്നാണ് സ്തോത്രത്തിൻ്റെ ഫലശ്രുതി. സന്താപനാശരായ നമോ നമ, അന്ധകരാന്തായ നമോ നമ, ചിന്താമണി ചിദാനന്ദായ ദേ നമോ, നിഹാരനാശകരായ നമോ നമ, മോഹവിനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ ദേ നമ, സ്ഥാവരജംഗമാചാര്യ ദേ നമ, ദേവായ വിഷയക സാക്ഷിണേ ദേ നമ, തത്വപ്രധാനായ തത്വായ ദേ നമ, സത്യസ്വരൂപായ നിത്യം നമോ നമ. ഈ മന്ത്രം സ്ഥിരമായി രാവിലെ സൂര്യനെ നോക്കി പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ ഐശ്വര്യമായിരിക്കും ഫലമെന്നുള്ളത് നിശ്ചയമാണ്. ഉന്മേഷത്തിൻ്റെയും സമൃദ്ധിയുടെയും അടയാളമാണ് സൂര്യൻ. നിങ്ങളുടെ ജാതകപ്രകാരം സൂര്യന് ശക്തിയില്ലെങ്കിൽ അത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും എന്തിനേറെ സന്താന യോഗത്തിന് വരെ തടസ്സത്തിന് കാരണമാകുന്നു. അതിനാൽ സൂര്യന് ജലം നേദിക്കുന്നത് വഴി നിങ്ങളുടെ ജാതകവശാലുള്ള സൂര്യൻ്റെ അപഹാരം പരിഹരിക്കുവാനും പ്രശ്നങ്ങൾക്ക് ശമനം വരുത്തുവാനും വളരെ പെട്ടെന്ന് സാധിക്കുന്നു. നിങ്ങൾ ശരിയായ രീതിയിൽ സൂര്യഭഗവാന് ജലം നേദിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സന്തോഷം പ്രദാനം ചെയ്യുക മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് അനുകൂലവും ശുഭകരവുമായി തീരുന്നതാണ്. നിങ്ങളുടെ ശരീരത്തിൽ നിരവധി ഊർജ്ജ ബന്ധുക്കളുണ്ട്. അത് സൂര്യന് ജലം നിവേദിക്കുന്നതിനൊപ്പം മന്ത്രങ്ങളും ജപിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഈ ഊർജ്ജ ബന്ധുക്കൾ ഉണരുന്നു. ഇത് നിങ്ങൾക്ക് മനസ്സുഖം തരിക മാത്രമല്ല, അസുഖങ്ങളിൽ നിന്ന് മുക്തിയും നൽകുന്നു. നേദിച്ച ജലം നിലത്ത് നിന്ന് തുടച്ചു നീക്കാതിരിക്കുക, അത് താനെ ഉണങ്ങിപ്പോകണം. കൂടാതെ നിങ്ങൾ ആ വെള്ളത്തിൽ ചവിട്ടാതിരിക്കുവാനും ശ്രദ്ധിക്കണം. മാത്രമല്ല, നിങ്ങൾ നഗ്നപാദത്തോടെ വേണം ഈ കർമ്മം ചെയ്യുവാൻ. സൂര്യഭഗവാന് ജലം നിവേദിക്കുമ്പോൾ അത് അങ്ങേയറ്റം ഭക്തിയോടെ വേണം ചെയ്യുവാൻ. ദൈവത്തിനായി നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും സാധിപ്പിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം നമുക്ക് വേണം. ശുദ്ധമായിരിക്കണം നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും. ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ അറിവുകളുമായി നിങ്ങളിലേക്ക് എത്തുന്ന ഈ ചെറിയ ചാനലായ രുദ്രവീണയെ പിന്തുടരാൻ മറക്കില്ലല്ലോ.